ഓരോ രാത്രിയിലും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചുറ്റുമുള്ള ലോകം ശാന്തമായിരിക്കാം. എന്നാൽ ആ സമയം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശബ്ദം ഉയരുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ നിന്നാകും. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ചിന്തകൾ കടന്നുവരും. അവ പലപ്പോഴും ഭാവനകളും ഭയങ്ങളും അനാവശ്യമായ ആശങ്കകളുമായിരിക്കും. ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ എന്തിനാണ് അങ്ങനെ പ്രവർത്തിച്ചത്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? എനിക്ക് എപ്പോഴെങ്കിലും ഈ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു അവസാനമുണ്ടാകില്ല. ഈ ചോദ്യങ്ങൾ നമ്മെ വല്ലാതെ ക്ഷീണിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സ് ഒരിക്കലും വിശ്രമിക്കില്ല. ഇവിടെ നിന്നാണ് അമിത ചിന്തയുടെ അഥവാ ഓവർ തിങ്കിംഗ് എന്ന കെണി ആരംഭിക്കുന്നത്. ഈ കെണിയിൽ നാം സ്വയം കുടുങ്ങുകയും ആശയക്കുഴപ്പത്തിലാകുകയും ഒടുവിൽ സ്വന്തം മനസ്സിന്റെ തടവുകാരായി മാറുകയും ചെയ്യുന്നു. ഇന്നത്തെ മനുഷ്യൻ ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. വിജയം, പണം, നല്ല ബന്ധങ്ങൾ, സമൂഹത്തിൽ ബഹുമാനം. ഇതിനെല്ലാം ഉപരിയായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തികച്ചും മികച്ചതായിരിക്കണം എന്നും അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ പൂർണ്ണതയ്ക്കു വേണ്ടിയുള്ള നിരന്തരമായ ഓട്ടത്തിനിടയിൽ നാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. അത് മനസ്സമാധാനമാണ്. ഒരു ശാന്തമായ മനസ്സാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ താക്കോൽ എന്ന പരമമായ സത്യം നമ്മൾ പതിയെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, എല്ലാ കാര്യത്തിലും സ്വയം കുറ്റപ്പെടുത്തുക, ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഉത്കണ്ഠകളിൽ മുഴുകി വർത്തമാനകാലത്തെ സൗന്ദര്യം പോലും ആസ്വദിക്കാൻ കഴിയാതെ പോകുക. ഇതാണ് അമിത ചിന്തയുടെ സ്വഭാവം. ഇത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. കാരണം ഇത് ഒരുതരം പതുക്കെ വ്യാപിക്കുന്ന ശീലമാണ്. ഒരട്ടയെപ്പോലെ ഓരോ ദിവസവും നമ്മുടെ ഊർജം, സന്തോഷം, ശ്രദ്ധ എന്നിവയെ നിശബ്ദമായി വലിച്ചെടുത്ത് നമ്മെ ദുർബലരാക്കുന്നു. അമിത ചിന്ത പലപ്പോഴും വളരെ നിഷ്കളങ്കമായാണ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ ചിന്ത, ഒരു ചെറിയ ആശങ്ക എന്നിവയായിരിക്കും അതിന്റെ തുടക്കം. എന്നാൽ പിന്നീട് അത് ഒരു വലിയ മലയായി വളർന്നു വലുതാകുന്നു. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചു, പക്ഷേ അയാൾ ഉടൻ മറുപടി നൽകിയില്ലെന്ന് കരുതുക. ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചു തുടങ്ങും, ഒരുപക്ഷെ അവർക്ക് എന്നോട് ദേഷ്യമായിരിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ, നമ്മുടെ സൗഹൃദം പഴയതുപോലെ ആയിരിക്കില്ലല്ലോ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ മനസ്സിൽ ഓടിക്കളിക്കും. പിന്നീട് ദിവസം മുഴുവൻ നിങ്ങളുടെ മാനസികാവസ്ഥയും വികാരങ്ങളും ശ്രദ്ധയും എല്ലാം ആ ഒരു ചിന്തയുടെ പിന്നിൽ കുടുങ്ങുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്ത് അപ്പോൾ തിരക്കിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതുകൊണ്ടാകാം മറുപടി നൽകാത്തത്. വാസ്തവത്തിൽ നമ്മളുടെ ചിന്താശക്തി വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ ചിന്തകളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. ചിന്ത എന്നത് നമുക്ക് വളരെ സഹായകമായ ഒരു ഉപകരണമാണ്. പക്ഷേ ആ ഉപകരണം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വന്തം മാനസികാവസ്ഥയുടെ അടിമകളായി മാറുന്നു. മനസ്സ് ശാന്തമല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, വിശപ്പും കുറയുന്നു, ബന്ധങ്ങളിൽ അകൽച്ച വരുന്നു. ക്രമേണ നമ്മൾ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം പോലും അനുഭവിക്കാനാവാതെ വരുന്നു. ഒരിക്കൽ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ചിന്തകളെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി. ജീവിതത്തിന്റെ അടിസ്ഥാനമായി അദ്ദേഹം കണ്ടത് ധ്യാനത്തെയായിരുന്നു. കാരണം ചിന്തകളുടെ കൊടുങ്കാറ്റിൽ നിന്ന് ശാന്തതയുടെ തുരുത്ത് കണ്ടെത്താനുള്ള കല നമ്മെ പഠിപ്പിക്കുന്നത് ധ്യാനമാണ്. ബുദ്ധന്റെ കാലഘട്ടത്തിലും മനുഷ്യർ ആശങ്കകളുടെ വലയത്തിൽ കുടുങ്ങിയിരുന്നു. എന്നാൽ ചിന്തകളെ പിന്തുടരാതെ അവയെ വെറുതെ നിരീക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മാർഗം. ഇന്നത്തെ ലോകത്ത് ഈ പാത നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്നത്തെ ലോകത്ത് അമിത ചിന്ത അഥവാ ഓവർ തിങ്കിംഗ് ഒരു സാധാരണ പ്രതിഭാസമായി മാറിയിരിക്കുന്നു. പലപ്പോഴും ആളുകൾ ഇതിനെ ഒരു പ്രശ്നമായി പോലും കാണുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടി പലപ്പോഴും കേൾക്കാം. ചിലർ അമിത ചിന്തയെ ബുദ്ധിയുടെ ലക്ഷണമായി തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ സത്യം ഇതാണ്, അമിതമായി ചിന്തിക്കുന്നത് ബുദ്ധിയല്ല, മറിച്ച് മാനസികമായ ക്ഷീണമാണ്. നമ്മുടെ തലച്ചോറ് ഒരു സമയം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനെക്കൊണ്ട് ഒരേ സമയം നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തളർന്നു പോവുകയും ആശയക്കുഴപ്പത്തിലാവുകയും ഒടുവിൽ നമ്മളെ തന്നെ കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു. ശാസ്ത്രവും ഈ വസ്തുതയെ സാധൂകരിക്കുന്നു. ഒരേ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു പ്രത്യേക നാഡീപാത ശക്തിപ്പെടുന്നു. ഇത് കാരണം നമ്മൾ അതേ നെഗറ്റീവ് ചിന്തകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പ്രേരിതരാകുന്നു. ക്രമേണ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതാണ് അമിത ചിന്തയുടെ യഥാർത്ഥ കെണി. അത് നമ്മുടെ മനസ്സിനെ തെറ്റായ ദിശയിലേക്ക് പുനർക്രമീകരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടെ യഥാർത്ഥ ചോദ്യം, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. നമ്മുടെ മനസ്സ് അവിശ്വസനീയമാംവിധം ശക്തമായ ഒരു ഉപകരണമാണ്. എന്നാൽ നിയന്ത്രണമില്ലാതെ വരുമ്പോൾ അത് ഏറ്റവും അപകടകരമായി മാറുന്നു.
അതുകൊണ്ടാണ് പുരാതന ഭാരതത്തിലെ ജ്ഞാനികൾ ഇപ്രകാരം പറയുന്നത്: മന ഏവ മനുഷ്യനാം കാരണം ബന്ധമോക്ഷവും. അതായത് മനസ്സു തന്നെയാണ് ബന്ധനത്തിന് കാരണം, അതുതന്നെയാണ് മോക്ഷത്തിലേക്കുള്ള വഴിയും. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിശബ്ദമായിരിക്കാനും ഒന്നു നിർത്താനും വെറുതെ കാര്യങ്ങളെ അനുഭവിക്കാനും നമ്മൾ മറന്നുപോയിരിക്കുന്നു. അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് അനിയന്ത്രിതമായി ഓടാൻ തുടങ്ങുമ്പോൾ, ചിന്തകൾ നിങ്ങളെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ, ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസം മാത്രം ശ്രദ്ധിക്കുക. ഒരു ആസൂത്രണമോ വിലയിരുത്തലോ മറ്റ് ചിന്തകളോ ഇല്ലാതെ ശ്വാസത്തെ മാത്രം അറിയുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ശാന്തവും സ്ഥിരവും ശക്തവുമായ മറ്റൊരു ലോകമുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. എല്ലാ ദിവസവും കുറച്ചുനേരം ഈ ശാന്തമായ അവസ്ഥയിൽ തുടരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് സങ്കല്പിക്കുക. ഒരു വലിയ മാറ്റം തീർച്ചയായും ഉണ്ടാകും. കാരണം യഥാർത്ഥ ധാരണയും സർഗാത്മകതയും സന്തോഷവും ഉത്ഭവിക്കുന്നത് ഒരു ശാന്തമായ മനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് വേഗത്തിൽ കുതിക്കാൻ തുടങ്ങുമ്പോൾ, ചിന്തകൾ നിങ്ങളെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് നിർത്തുക. ദീർഘമായി ശ്വാസമെടുക്കുക. എന്നിട്ട് സ്വയം പറയുക: ഞാൻ എന്റെ ചിന്തകളെക്കാൾ വലുതാണ്. ഞാൻ ശാന്തത തിരഞ്ഞെടുക്കുന്നു. അമിത ചിന്തയിൽ നിന്ന് മോചനം നേടാനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള ആദ്യപടിയാണിത്. ഇവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. നമ്മുടെ ഈ യാത്രയുടെ അടുത്ത ഘട്ടത്തിൽ അമിത ചിന്തയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കും. ഈ കെണിയിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, കൂടാതെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഫലപ്രദമായ വഴികൾ എന്തൊക്കെയാണെന്നും നമുക്ക് പഠിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ നിശബ്ദമായി ഇരിക്കുകയായിരിക്കും, ആരുമായും സംസാരിക്കുന്നുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ ആർക്കും കാണാൻ കഴിയാത്ത ഒരുതരം പ്രക്ഷുബ്ധത സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മുഖത്തൊരുപക്ഷെ പുഞ്ചിരിയുണ്ടാവാം, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടാവാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞുപോയ ഒരു നിമിഷം എന്തിനാണ് വീണ്ടും തിരികെ വന്ന് നമ്മളെ വേദനിപ്പിക്കുന്നത്? നാളെയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ഇത്രയധികം ആലോചിച്ച് ഇന്നത്തെ ജീവിതം ആസ്വദിക്കാൻ പോലും കഴിയാതെ പോകുന്നത്? ഈ അനാവശ്യമായ ചിന്ത വെറും ചിന്തയല്ല, അത് ഒരുതരം വിഷമാണ്. നമ്മുടെ സന്തോഷത്തെ പതിയെ ഇല്ലാതാക്കുന്ന ഒരു വിഷം. ഈ വിഷത്തിന്റെ പേരാണ് അമിത ചിന്ത. ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് അമിതമായി ചിന്തിക്കുന്നവരാണ്. എല്ലാ കാര്യത്തിലും സ്വയം കുറ്റപ്പെടുത്തുക, ഓരോ സാഹചര്യത്തിലും ഏറ്റവും മോശമായത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി സങ്കല്പിക്കുക, എല്ലാ ബന്ധങ്ങളിലും സ്വയം താഴ്ന്നവരായി കണക്കാക്കുക. ഈ ശീലങ്ങൾ ഒരു സാധാരണ വ്യക്തിയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ കഴിവുള്ളവയാണ്. അമിത ചിന്ത എന്നത് നിസ്സാരമായ ഒരു ശീലമല്ല. അത് നമ്മുടെ സ്വന്തം ചിന്തകളിൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ്. പതിയെ നമ്മൾ സ്വയം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. നമ്മൾ അമിതമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉത്കണ്ഠ ക്രമാതീതമായി വർദ്ധിക്കുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, വിശപ്പില്ലാതാകുന്നു. പതിയെ നമ്മുടെ ശരീരം ഇതിനോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു. വൈകാരികമായി നമ്മൾ എളുപ്പത്തിൽ ദേഷ്യം വരുന്നവരായി മാറുന്നു. ഒരു കാര്യത്തിലും ചിരിക്കാൻ കഴിയാതെ വരുന്നു. നമ്മളെ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കാൻ കഴിയാതാവുന്നു. ആരെങ്കിലും നമ്മളെ വിട്ടുപോയാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു. മാനസികമായി നമ്മൾ അറിയാത്ത ഭയങ്ങൾക്ക് അടിമകളാകുന്നു. ഓരോ കാര്യത്തിലും ഭയം തോന്നുന്നു. ഓരോ ബന്ധത്തിലും അരക്ഷിതാവസ്ഥ നമ്മളെ വലയം ചെയ്യുന്നു. ഓരോ ദിവസവും ഒരു ഭാരമായി മാറുന്നു. ശാരീരികമായി നമ്മുടെ മനസ്സ് നിശബ്ദമായി സഹിക്കുന്ന എല്ലാ സമ്മർദ്ദങ്ങളും ശരീരം അനുഭവിക്കുന്നു. തലവേദന, ക്ഷീണം, ഉയർന്ന രക്തസമ്മർദ്ദം, വയറ്റിലെ അസ്വസ്ഥതകൾ, ഹൃദയമിടിപ്പ് കൂടുന്നത്, കൈകാലുകളിൽ വിറയൽ, ഇതെല്ലാം അമിതചിന്തയുടെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, അമിതചിന്തയുടെ ഈ കെണിയിൽ നിന്ന് ആർക്കും രക്ഷയില്ലേ എന്ന്. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു യഥാർത്ഥവും അതീവ പ്രചോദനം നൽകുന്നതുമായ ഒരു കഥ പറയാം. ഇത് രാഹുലിന്റെ നിശബ്ദതയുടെ കഥയാണ്. രാഹുൽ മിടുക്കനും കഠിനാധ്വാനിയും അതീവ സംവേദനക്ഷമതയുമുള്ള ഒരു കുട്ടിയായിരുന്നു. സ്കൂളിൽ എപ്പോഴും ഒന്നാം സ്ഥാനക്കാരനായിരുന്ന അവൻ വീട്ടിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. കൂട്ടുകാരിൽ ഏറ്റവും വിവേകശാലിയുമായിരുന്നു. എന്നാൽ ഒരു ദിവസം സംഭവിച്ച ഒരു ചെറിയ കാര്യം അവന്റെ ലോകം പൂർണ്ണമായും മാറ്റിമറിച്ചു. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ ഒരു വിഷയത്തിന് അവന് കുറഞ്ഞ മാർക്ക് ലഭിച്ചു. ഇവിടെ നിന്നാണ് അവന്റെ അമിത ചിന്തയുടെ ആരംഭം. എല്ലാവരും എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? എന്റെ അച്ഛന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നല്ലോ. ഞാൻ തോറ്റില്ല, എന്നിട്ടും എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണോ? എല്ലാവർക്കും എന്നോട് വെറുപ്പ് തോന്നുവോ? ഈ ചിന്തകൾ രാത്രിയിലെ അവന്റെ ഉറക്കത്തെയും പകലിലെ സമാധാനത്തെയും പൂർണ്ണമായും കവർന്നെടുത്തു. പതിയെ അവൻ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അവൻ പുറമേ സംസാരിക്കില്ലായിരുന്നു, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അമ്മ പലപ്പോഴും ചോദിക്കുമായിരുന്നു, മോനെ, നിനക്ക് സുഖമല്ലേ? അവൻ വെറുതെ ഒരു പുഞ്ചിരി മാത്രം നൽകി പറയും, അതെ അമ്മേ, കുഴപ്പമില്ല. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഒന്നും ശരിയായിരുന്നില്ല. അവൻ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു, പഠനം നിർത്തി. എല്ലാറ്റിനുമുപരിയായി അവന് സ്വയം വിശ്വാസം നഷ്ടപ്പെട്ടു.
രാഹുൽ വെറുമൊരു ഉദാഹരണം മാത്രമാണ്. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തുവരാനുള്ള ഒരു പ്രധാന മാർഗമാണ് ധ്യാനം. എന്നാൽ ധ്യാനമെന്നാൽ മണിക്കൂറുകളോളം അനങ്ങാതെ ഇരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. ദിവസവും വെറും 5 മിനിറ്റ് മാത്രം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നതിനെ ശ്രദ്ധിക്കുക. വെറുതെ അതിനെ അനുഭവിക്കുക. ചിന്തകൾ മനസ്സിലേക്ക് കടന്നുവരും. അവയെ വിട്ടയക്കുക. അവയെ തടയാൻ ശ്രമിക്കരുത്. പതിയെ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കും അതിനും നിശബ്ദമായിരിക്കാൻ കഴിയുമെന്ന്. മൂന്നാമത്തെ വഴി നിങ്ങളുടെ ദിനചര്യയിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരിക എന്നതാണ്. അമിതമായി ചിന്തിക്കുന്നവർ പലപ്പോഴും വളരെ അസന്തുലിതമായ ജീവിതമാണ് നയിക്കുന്നത്. രാത്രി വൈകിയും ഉറങ്ങാതിരിക്കുക, കൃത്യമായ സമയമില്ലാതെ ഭക്ഷണം കഴിക്കുക, ചിട്ടയായ ഒരു ദിനചര്യ ഇല്ലാതിരിക്കുക, ഇതെല്ലാം മനസ്സിനെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നു. ക്ഷീണിച്ച മനസ്സിന് ഒരിക്കലും ശാന്തമാകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനസ്സുമായി സംസാരിക്കാൻ പഠിക്കുക. എല്ലാ ദിവസവും സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ശരിക്കും ആവശ്യമാണോ? ഈ ചോദ്യം നിങ്ങളുടെ ചിന്തകളെ വിശകലനം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്കത് അനേകം ചിന്തകൾ തനിയെ മാഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. ഓരോ വ്യക്തിയും ഏകദേശം 60,000 ചിന്തകൾ ദിവസവും ചിന്തിക്കുന്നുണ്ടെന്നും അതിൽ 80% നെഗറ്റീവായ ചിന്തകളാണെന്നും അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഇനി ചിന്തിച്ചു നോക്കൂ, ഓരോ ദിവസവും നിങ്ങളുടെ സ്വന്തം ചിന്തകളോട് നിങ്ങൾ പോരാടുകയാണെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുക? അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയ ദൃഢനിശ്ചയം ചെയ്യുക. എന്റെ മനസ്സിനെ ഞാൻ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരിടമാക്കാതെ എന്റെ ഏറ്റവും നല്ല ഇടമാക്കി മാറ്റും. തിരക്കുകളോ സങ്കീർണതകളോ ഇല്ലാതെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്ന ദിവസം മുതൽ നിങ്ങൾ ജീവിതം യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴികൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ അടുത്ത ചോദ്യം ഇതാണ്: എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എന്ന്? നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ ചിന്തകളെ താളം തെറ്റിക്കുന്ന ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേഗതയേറിയ ഇന്നത്തെ ലോകത്ത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നത് ഒരു ആഡംബരമല്ല, അത് ശ്വസിക്കുന്നത് പോലെ ഒരു ആവശ്യകതയാണ്. നമ്മുടെ മനസ്സ് അശാന്തമായിരിക്കുന്നിടത്തോളം കാലം ചിന്തകൾ വ്യക്തമാവുകയില്ല, തീരുമാനങ്ങൾ ശരിയാവുകയില്ല, ജീവിതത്തിൽ സമാധാനവും ലഭിക്കുകയില്ല. എന്നാൽ മനസ്സ് ശാന്തമാകുമ്പോൾ ഇന്നലെ ഒരു ഭാരമായി തോന്നിയിരുന്ന ലോകം ഇന്ന് ജീവിതത്തിന്റെ മനോഹരമായ അനുഭവമായി മാറും. അതുകൊണ്ട് സ്വയം ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയമാണിത്. എന്റെ സ്വന്തം ചിന്തകളുടെ തടവുകാരനായി ജീവിക്കാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതോ എന്റെ മനസ്സിന്റെ യജമാനനായി ജീവിക്കാനാണോ? ജീവിതത്തിൽ സമാധാനവും വ്യക്തതയും സന്തോഷവും നിലനിൽക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഇതിൽ യാതൊരു മാന്ത്രികതയുമില്ല. ഇത് സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു യഥാർത്ഥവും സ്ഥിരമായതുമായ ശ്രമം മാത്രമാണ്. ഓർക്കുക, മാറ്റം തുടങ്ങുന്നത് അറിവോടെയാണ്, പക്ഷേ അത് നിലനിൽക്കുന്നത് പരിശീലനത്തിലൂടെയും. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം നൽകുകയോ പുതിയതായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമാനമായ മാനസിക സമ്മർദ്ദങ്ങളും അശാന്തിയും അനുഭവിക്കുന്ന എല്ലാവരുമായും പങ്കുവയ്ക്കുക. ഒരുപക്ഷെ നിങ്ങൾ പങ്കുവച്ച ഈയൊരു വീഡിയോ ആരുടെയെങ്കിലും ജീവിതത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചുവിട്ടേക്കാം. അത്തരത്തിലുള്ള ആഴമേറിയതും സത്യസന്ധവും ജീവിതം മാറ്റുന്നതുമായ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗം വരുമ്പോൾ ഈ പരമ്പര ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയാനും കാണാനും ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഓർക്കുക, മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നിങ്ങൾ നേടിയെടുത്താൽ ജീവിതം നിങ്ങൾ ജയിച്ചു എന്ന് കരുതുക.